നമ്മുടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപയാൽ നാം എല്ലാവരും ഇതുവരെയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ ആയിരിക്കുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മെ ദൈവം കരം പിടിച്ച് നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവും ആർക്കുമില്ലല്ലോ. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ഓരോ ഉദ്ദേശ്യമുണ്ട്. നമ്മെ ഓരോരുത്തരും ദൈവത്തിന് ആവശ്യമുണ്ട്. അത് ഈ ഭൂമിയിലായാലും അതിനുശേഷം ദൈവരാജ്യത്തിലായാലും ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും പ്രത്യേകമായ പദ്ധതികളുണ്ട്. സ്തോത്രം. അത് നാം തിരിച്ചറിയാൻ വൈകുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാകുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പോരായ്മ. അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് വിളിച്ചു വേർതിരിച്ചത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 15:10, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. സ്തോത്രം. ദൈവം ഓരോരുത്തരെയും വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവത്തിന് അവരെക്കുറിച്ച് പ്രത്യേകമായ പ്ലാനും പദ്ധതികളുമുണ്ട്. ഒരിക്കലും പൗലോസ് തന്നെ യേശുക്രിസ്തു ഇങ്ങനെ വിളിച്ച് വേർതിരിച്ച് പ്രത്യേകമായ നിയോഗം നൽകുമെന്ന് ചിന്തിച്ചു പോലും കാണുകയില്ല. കാരണം യേശുവിൻ്റെ അനുയായികൾക്കും എതിരായി ഏറ്റവും അധികം പീഡനം അഴിച്ചുവിട്ട, നിരവധി ആളുകളെ കൊല്ലുവാനും മർദ്ദിക്കുവാനും, ക്രിസ്ത്യാനി എന്ന ആ ഒരു വിഭാഗത്തെ തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനും പൗലോസ് അധികാരം ഉപയോഗിച്ചു എന്നുള്ളത് സ്പഷ്ടമായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ യേശുക്രിസ്തുവിന് പൗലോസിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി പ്രകാരം യേശുക്രിസ്തു പൗലോസിനെ കണ്ടുമുട്ടി, പൗലോസിനെ വിളിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഫലമേൽപ്പിച്ചു. മറ്റാരേക്കാളും ഏറ്റവും അധികം താൻ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചുവെന്ന് പൗലോസ് പറയുന്നത് വെറുതെ അല്ല. തൻ്റെ 3 മിഷണറി യാത്രകളിൽ ലോകമെങ്ങും പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് പൗലോസിന് മാത്രമാണ്. സ്തോത്രം. ഇത്രയധികം ഉത്തരവാദിത്വം ദൈവത്തിന് വേണ്ടി നിറവേറ്റുവാൻ തന്നെ ദൈവം ഉപയോഗിച്ചതോർത്ത് പൗലോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. പക്ഷേ പൗലോസ് ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. സ്തോത്രം. കണ്ടോ തൻ്റെ എളിമ. ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരെ യേശുക്രിസ്തു തിരഞ്ഞെടുത്തു. അവരൊക്കെ മുൻഗണനാ പട്ടികയിലുള്ളവരാണ്. എന്നാൽ വളരെ അവിചാരിതമായി നറുക്കു വീണ ഒരാളാണ് പൗലോസ്.
ആ പൗലോസ് പറയുന്നത്, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാണ്. അതും അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് എടുത്ത് വരുമ്പോൾ ഏറ്റവും അവസാനമായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അപ്പോൾ സീനിയോറിറ്റി നോക്കിയാൽ പൗലോസിന് അവിടെ സ്ഥാനമൊന്നുമില്ല. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. സ്തോത്രം. ഇതൊരു വലിയ തിരിച്ചറിവാണ്. പൗലോസിൻ്റെ ജീവിതത്തെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസ് ആരാണ്? ഒരു തിരഞ്ഞെടുപ്പ് ലഭിച്ചാൽ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്, നിഗളിക്കുന്നവരുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് നിഗളിക്കുകയും അഹങ്കരിക്കുകയും അല്ല ചെയ്തത്, താൻ എളിമപ്പെടുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ഏറ്റവും അധികം താഴ്ത്തി ഏൽപ്പിച്ചു. എന്നിട്ട് പറയുന്നു, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അത് ഞാൻ പ്രവർത്തിക്കുന്നതെന്നാണ് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ തൻ്റെ മേൽ പകർന്നു കൊടുത്തത് അത് വ്യർത്ഥമായില്ല, വൃഥാവായില്ല എന്ന് ഉറപ്പിച്ച് പൗലോസ് പറയുന്നു. അതെ, തന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിന് പശ്ചാത്തപിക്കേണ്ടി വന്നില്ല. തൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവഹിതം താനായിരുന്നതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് അതോർത്ത് വ്യസനിക്കേണ്ടി വന്നിട്ടില്ല, വിഷമിക്കേണ്ടി വന്നില്ല എന്ന് പൗലോസിന് ധൈര്യമായിട്ട് പറയാൻ കഴിയും. തൻ്റെ തിരഞ്ഞെടുപ്പ് വ്യർത്ഥമായില്ല, തൻ്റെ മേൽ പകർന്ന ദൈവകൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. തീർച്ചയായും അത് പൗലോസിന് മാത്രമേ പറയുവാൻ പറ്റുകയുള്ളൂ. പൗലോസിൻ്റെ സുവിശേഷീകരണ പ്രവർത്തനത്തിൻ്റെ ആ ക്രെഡിറ്റ് അത് ദൈവം മറ്റാർക്കും കൊടുക്കുകയില്ല. കാരണം അതിനേറ്റവും അർഹൻ പൗലോസ് തന്നെയാണെന്ന് നമുക്ക് വേദപുസ്തകം പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാണ് അതിന് കാരണമെന്നും പൗലോസ് പറഞ്ഞു നിർത്തുന്നു. എന്തെങ്കിലും നാം ആയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ നമുക്ക് സാഹചര്യം ഉണ്ടായി, അങ്ങനെ നമ്മെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ നാം അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. നിഗളിക്കാതെ, അഹങ്കരിക്കാതെ, ദൈവത്തിൻ്റെ കൃപയൊന്നോർത്ത് ദൈവസന്നിധിയിൽ താഴ്ന്ന് ഇരുന്നാൽ, നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാൽ, നിശ്ചയമായും ദൈവം ഇതിനേക്കാളും വലിയ ഉത്തരവാദിത്വം ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കും എന്നുള്ളത് കൊണ്ട് പൗലോസിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാം. പൗലോസ് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചതുപോലെ നമുക്കും ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാം. കർത്താവിൻ്റെ നല്ല ദാസന്മാരായി, ദാസിമാരായി ദൈവത്തിന് വേണ്ടി ഇനിയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ ദൈവം കണ്ടതുകൊണ്ടാണല്ലോ, നമ്മെ ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ സന്ദർഭത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നത്. അത് ദൈവത്തിൻ്റെ കൃപയൊന്നോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആയിരിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതാത് സമയങ്ങളിൽ അങ്ങയുടെ ദാസന്മാരെ, ദാസിമാരെ അങ്ങ് തിരഞ്ഞെടുത്ത് ഓരോ സ്ഥാനങ്ങളിലാക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും വ്യർത്ഥമായി പോകുവാൻ ഇടയാകാതെ അങ്ങ് പരമേൽപ്പിച്ച ദൗത്യം വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായി തീരുവാൻ, അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ അങ്ങയുടെ മക്കളെ, ദാസന്മാരെ, ദാസിമാരെ ഒക്കെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആരും ഈ ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാനിടയാകാതെ, നിഗളിച്ച് അഹങ്കരിച്ച് കൂടുതൽ ദൈവകോപത്തിന് ഇടം കൊടുക്കാനിടയാകാതെ, ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ആത്മാർത്ഥതയോടും പരമാർത്ഥതയോടും കർത്താവിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ
ഓരോരുത്തരെയും കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അത് നല്ലതുപോലെ വ്യാപാരം ചെയ്യുവാനുള്ള കൃപ എല്ലാവരിലും പകരണമേ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുവിശേഷം അറിയിക്കുവാനും പരസ്യയോഗങ്ങൾ നടത്തുവാനും നല്ല ഗീതങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാനും മറ്റ് പല മാധ്യമങ്ങളിൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങൾ ദൈവം ഒരുക്കി തന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ ആത്മാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാ ദാസിദാസന്മാരെയും അങ്ങ് സഹായിക്കണമേ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവത്തെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഉത്തരവാദിത്വം അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേട്ട് ഉത്തരമരുളവരാകണമേ സ്വർഗീയ പിതാവേ, ആമീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.